ഹലോ, അസ്സലാമു അലൈക്കും. റംദാൻ കരീം. എന്താണ് എല്ലാവരും വിശേഷം? അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ നോമ്പിൻ്റെ അത്താഴം ഒരുക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്താഴമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ ഇതുപോലെ ചോറ് ഉണ്ടാക്കണം എന്ന് നിർബന്ധമുള്ളവർ കഴിക്കണം എന്നല്ല ഞാൻ പറയാൻ കാരണം, ഇവിടെ എല്ലാവർക്കും അങ്ങനെ ചോറ് നിർബന്ധമൊന്നുമില്ല. മെയിനായിട്ട് ഹസ്ബൻഡിനാണ് ചോറ് തന്നെ കഴിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ചായയുടെ കടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ നോമ്പായതുകൊണ്ട് തന്നെ നമ്മുടെ ചായയുടെ കടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്താഴം ഒരുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ തിളപ്പിച്ച് ഹോട്ട് പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് അവിടെ കിടന്നിട്ട് ആയിക്കോളും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇത് ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കായും കൂടി കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ആദ്യത്തെ പരീക്ഷണമാണ്. കുറച്ചധികം ചെമ്മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള തേങ്ങാ ചമ്മന്തി അരക്കുന്നുണ്ട്. പുളിയും പച്ചമുളകും അതുപോലെ ചെറിയുള്ളിയും കല്ലുപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഇനി ഈ ഉണക്ക ചെമ്മീൻ കറി കൂട്ടാത്തവർക്ക് തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടെങ്കിലും കഴിക്കാമല്ലോ. പിന്നെ അതാ നമ്മൾ ആവോലി മസാല പരട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഈ അത്താഴത്തിന് ഉണ്ടാക്കുന്നത്? ചോറ് നിർബന്ധമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത അത്താഴം ഒരിക്കലായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.